മലപ്പുറത്ത് പൊന്നാനിയിൽ 15-കാരായ 3 കുട്ടികളെ കാണാതായി എന്നൊരു വാർത്ത വരുന്നു. പൊന്നാനി സ്വദേശികളായ ഷാനിഫ്, റംനാസ്, കുഞ്ഞുമോൻ എന്നിവരെയാണ് കാണാതായത്. ഞായറാഴ്ച മുതലാണ് ഈ കുട്ടികളെ കാണാതായിരിക്കുന്നത്. പൊന്നാനി പോലീസ് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു. 3 കുടുംബന്മാരും കൂടി എങ്ങോട്ട് പോയി എന്നറിയില്ല. അഷ്കർ അലി ചേരുന്നുണ്ട്. അഷ്കർ, 3 പേരും ഒരേ സ്കൂളിലെ കുട്ടികളാണോ, ഒരേ നാട്ടിലെ കുട്ടികളാണോ, ഇവർ തമ്മിൽ കൂട്ടുകാരാണോ, എന്താണ് സംഭവിച്ചത്? പോലീസ് നൽകുന്ന പ്രാഥമിക വിവരം എന്താണ്? അരുൺ, തൊട്ടടുത്ത ആളുകളാണ്. അഥവാ വീടിൻ്റെ ചുറ്റുവട്ടത്തുള്ള 3 സുഹൃത്തുക്കളായിട്ടുള്ള 3 പേര്, അഥവാ 14, 15, 16 വയസ്സുള്ള 3 വിദ്യാർത്ഥികളാണ് ഇപ്പോൾ വീട് വിട്ട് ഇറങ്ങിയിരിക്കുന്നത്. 3 പേരെയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നതാണ് പറയുന്നത്. മലപ്പുറം പൊന്നാനിയിൽ മീൻ തെരുവ് എന്ന് പറയുന്ന സ്ഥലത്തിന് പ്രദേശത്തുള്ള ആളുകളാണ് കാണാതായ 3 പേരും. അവിടെ നൗഷാദിൻ്റെ മകൻ കുഞ്ഞുമോൻ, അതുപോലെ തന്നെ സിറാജുദ്ദീൻ്റെ മകൻ റംനാസ്, അതുപോലെ സാദിഖിൻ്റെ മകൻ ഷാനിഫ് എന്ന 15 വയസ്സുകാരൻ. അങ്ങനെ 3 വിദ്യാർത്ഥികളെയാണ് ഞായറാഴ്ച വൈകുന്നേരം മുതൽ കാണാതായിരിക്കുന്നത്. ഞായറാഴ്ച ഉച്ചയ്ക്ക് ശേഷമാണ് ഈ 3 വിദ്യാർത്ഥികളും വീട്ടിൽ നിന്നും വീട് വിട്ടിറങ്ങുന്നത്. അതിൽ ഒരു വിദ്യാർത്ഥി മാത്രം ആ വീട്ടിലുണ്ടായിരുന്ന പ്രായമുള്ള അവരുടെ പിതാവിൻ്റെ മാതാവിനോട് ഇത്തരത്തിൽ ഞങ്ങൾ ബംഗളൂരുവിലേക്ക് പോകുകയാണ് എന്നുള്ള കാര്യം പങ്കുവച്ചിരുന്നു. ആ സമയത്ത് വീട്ടിൽ രക്ഷിതാക്കൾ ഉണ്ടായിരുന്നില്ല. എന്നാൽ മറ്റു 2 വിദ്യാർത്ഥികൾ ആ കാര്യം വീട്ടിൽ അറിയിച്ചിട്ടില്ല. പിന്നീട് 3 പേരും ഒരുമിച്ച് പോകുന്നത് ഒപ്പം ഉണ്ടായിരുന്ന മറ്റു സുഹൃത്തുക്കൾ കാണുകയും ചെയ്തിരുന്നു. അവരോടൊക്കെ തന്നെ എറണാകുളത്തേക്കാണ് പോകുന്നത്, അതുപോലെ തന്നെ തിരുവനന്തപുരത്തേക്ക് പോകുന്നത്. അങ്ങനെ വ്യത്യസ്ത കാര്യങ്ങളാണ് ഈ കുട്ടികൾ പറഞ്ഞിരിക്കുന്നത്. ഏറ്റവും അവസാനമായി ഇവരെ കണ്ടിരിക്കുന്നത് വൈകുന്നേരം 7 മണിയോടെ പൊന്നാനി ബസ് സ്റ്റാൻഡിലാണ് ഏറ്റവും അവസാനമായി ഈ 3 വിദ്യാർത്ഥികളെയും അവിടെയുള്ള നാട്ടുകാർ കണ്ടിരിക്കുന്നത്. അതിനുശേഷം ഈ വിദ്യാർത്ഥികളെക്കുറിച്ച് ഒരു വിവരം ഇതുവരെ ലഭിച്ചിട്ടില്ല. വിദ്യാർത്ഥികളുടെ പക്കലാണെങ്കിൽ മൊബൈൽ ഫോണോ മറ്റോ ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികളെ ട്രേസ് ചെയ്യാനോ സാധിച്ചിട്ടില്ല. പോലീസ് കുടുംബം നൽകിയ പരാതിയിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ബംഗളൂരു അടക്കം കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് ഇപ്പോൾ പോലീസ് നടത്തുന്നത്. കാരണം അങ്ങോട്ടേക്ക് പോകുമെന്നുള്ള ഒരു വിവരം ഈ വിദ്യാർത്ഥികൾ പങ്കുവച്ച സാഹചര്യത്തിലാണ് ആ രീതിയിൽ അന്വേഷണം നടത്തുന്നത്. പക്ഷേ ഇതുവരെ പോലീസിനോ അല്ലെങ്കിൽ വീട്ടുകാർക്കോ ഒന്നും തന്നെ ഒരു തുമ്പും ഈ വിദ്യാർത്ഥികളെ കുറിച്ച് ലഭിച്ചിട്ടില്ല. അത് വലിയ തോതിൽ ഒരു ആശങ്ക സൃഷ്ടിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും വിദ്യാർത്ഥികൾക്ക് വേണ്ടി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഈ വിദ്യാർത്ഥികൾ എവിടെയെങ്കിലും വെച്ച് കാണുന്നവർ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ വിവരം നൽകണമെന്നാണ് ഇപ്പോൾ പൊന്നാനി പോലീസ് നൽകിയിരിക്കുന്ന അറിയിപ്പ്. ഓക്കെ, ഹഷ്കറാണ് വിവരങ്ങൾ നൽകിയത്. 3 കുട്ടികളെ കാണാതായിരിക്കുന്നു എന്നുള്ളതാണ്. ഈ പ്രായത്തിലുള്ള കുട്ടികൾ പ്രത്യേകിച്ച് നാടുവിട്ടൊക്കെ പോകുന്ന സാഹചര്യത്തിൽ അല്പം ആശങ്കയുണ്ടാവും. ഈ കുഞ്ഞുങ്ങൾക്കറിയില്ലല്ലോ പല സ്ഥലങ്ങളും പല നഗരങ്ങളിലും പക്ഷെ കുറച്ചൊക്കെ നഗരങ്ങൾ സുരക്ഷിതമാണ് എന്നുള്ളത് കൊണ്ട്, പ്രത്യേകിച്ച് 15 വയസ്സുള്ള കുട്ടികളാണ്, അവർക്ക് കാര്യങ്ങളൊക്കെ അറിയേണ്ട സമയമായി വരുന്നതേ ഉള്ളൂ. അതിനു മുമ്പാണ് ഈ കുട്ടികൾ നാടുവിട്ട് പോയിരിക്കുന്നത്. ബാംഗ്ലൂരുവിൽ പോയി എന്ന് ഒരാൾ പറയുന്നു, ഒരാൾ എറണാകുളത്ത് പോയി എന്നൊരു സൂചന കൊടുക്കുന്നു. ഈ കുട്ടികൾ എങ്ങോട്ടാണ് പോയത്? യാത്രയ്ക്കൊക്കെ പോവുകയാണെങ്കിൽ അങ്ങനെയൊക്കെ പോകുന്ന +2 വിദ്യാർത്ഥികളെയൊക്കെ ഒരുപാട് സ്ഥലങ്ങളിൽ വെച്ചൊക്കെ നമ്മൾ കാണാറുണ്ട്. പരീക്ഷയൊക്കെ കഴിഞ്ഞ് ഒരു സ്ഥലത്തേക്ക് ഒരു ഡെസ്റ്റിനേഷൻ ടൂറിസത്തിനൊക്കെ പോകുന്ന കുട്ടികളുണ്ട്. അതൊക്കെ നല്ല കാര്യമാണ്. പക്ഷേ ഈ 15-14 വയസ്സുള്ള കുട്ടികൾ ഇങ്ങനെ കാണാതാവുമ്പോൾ ആശങ്കയുണ്ടാവും.